കുട്ടികളെ, നമുക്കടുത്ത പാഠത്തിലേക്ക് കടക്കാം. കൊള്ളിവാക്കല്ലാതൊന്നും. രംഗകലയുടെ പ്രത്യേക വിഭാഗമാണ് തുള്ളൽ. അതിൻ്റെ ഭംഗി ചടുലതയാണ്. കഥകളി, കൂത്ത് എന്നീ കലാരൂപങ്ങളാണ് ആദ്യമുണ്ടായത്. എന്നാൽ അവ സാധാരണക്കാരെ മാറ്റി നിർത്തി. അതിൻ്റെ പ്രധാന കാരണം അതിസങ്കീർണതയാണ്. ചാക്യാർകൂത്ത് എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന കലാരൂപമാണ്. എന്നാൽ ക്ഷേത്രകലയായതിന് അത് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്ന ആളുകളിലേക്ക് ഒതുങ്ങിപ്പോയി. സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾക്ക് അത് ആസ്വദിക്കാൻ സാധിച്ചില്ല. അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ആസ്വദിക്കാൻ തക്കവണ്ണം ഒരു കലാരൂപം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്പ്യാർ ചെയ്തത്. ലളിതമായ ഭാഷയിൽ പുരാണ കഥകൾ ഇതിവൃത്തമാക്കി സമകാലികമായ വിഷയങ്ങൾ കവിതയിലൂടെ പാടി ആടി അവതരിപ്പിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. ചെറിയ മുദ്രകൾ കൊണ്ടും തുള്ളിക്കൊണ്ടും തൻ്റെ കൃതികൾ അവതരിപ്പിച്ച് ജനങ്ങളെ ആദ്യം ചിരിപ്പിച്ചും പിന്നീട് ചിന്തിപ്പിച്ചും അദ്ദേഹം കവിതയുടെ സവിശേഷതയാക്കി. 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. കിള്ളിക്കുറിശി മംഗലമാണ് സ്ഥലം. മാർത്താണ്ഡവർമ്മയുടെ സദസ്സനായിരുന്നു അദ്ദേഹം. അങ്ങനെ തിരുവനന്തപുരത്ത് താമസിച്ച് അദ്ദേഹം ലോകപരിചയം നേടി. 64 തുള്ളൽ കൃതികൾ കൊണ്ട് അദ്ദേഹം ആരെയും വിസ്മയിപ്പിച്ചു. പടയണി കലാരൂപത്തിൻ്റെ പരിഷ്കരിച്ചാണ് തുള്ളൽ ഉണ്ടാക്കിയത്. നമ്പ്യാരുടെ തുള്ളൽ ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചു. കേരളത്തിലെ ജാതികളെ കൂടി സൂചിപ്പിക്കുന്ന തരത്തിലാണ് പേരുകൾ എന്ന് നമുക്ക് കണ്ടെത്താം. പതിഞ്ഞ മട്ടിൽ പാടുന്നതാണ് പറയൻ തുള്ളൽ. അതിനേക്കാൾ മുറുകിയത് ശീതങ്കൻ. തുള്ളൽ അതിലുമധികം പാടേണ്ടതാണ്. ഇങ്ങനെ 3-ലുമുള്ളത് മനസ്സിലാക്കാം. മദ്ദളം, കൈമണി എന്നിവയാണ് പ്രധാന വാദ്യോപകരണങ്ങൾ. ഈ കലാരൂപം ആർഭാടമിനങ്ങളില്ലാതെ എവിടെയും ആവിഷ്കരിക്കാൻ സാധിക്കും. തുള്ളൽ കൂത്തുപോലെ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള കാര്യം പരിഹാസരൂപേണ അവതരിപ്പിക്കുക എന്നതാണ്. നമ്പ്യാർ സാമൂഹ്യ വിമർശനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ആ സാമൂഹ്യ വിമർശനം ഹാസ്യപരമായിട്ടാണ് ഉപയോഗിച്ചത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പരിഹസിക്കാൻ കഴിവുള്ള ആളായിരുന്നു നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ പരിഹാസമേൽക്കാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഉദ്യോഗസ്ഥരും കൈക്കൂലിക്കാരും മാനം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളും മോശപ്പെട്ടവരും തുടങ്ങി രാജാക്കന്മാരുടെ കഴിവില്ലായ്മയെക്കുറിച്ചും എന്തിന് വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളെയും പറയാൻ കഴിവുള്ള പ്രഗത്ഭനായ കവിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിത ചാട്ടവാറാക്കിയ കവിയെന്ന് അറിയപ്പെട്ടു. ഇനി കഥയിലേക്ക് കടക്കാം. ഭൃഗുവംശത്തിലെ സുതപസ് എന്ന മുനിക്ക് ഉഗ്രതപസ് എന്ന പുത്രനുണ്ടായി. അയാൾ വിരൂപനും ക്ഷിപ്രകോപിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശീലാവതി. അവർ ഒരു നല്ല സ്ത്രീയാണ്. അവർ ഭർത്താവിനെ രോഗാവസ്ഥയിൽ ശുശ്രൂഷിച്ചു. എന്നാൽ മുനിയുടെ ദുഷിച്ച സ്വഭാവത്തിന് മാറ്റമുണ്ടായില്ല. അവർ ഉഗ്രതപസ്സിന് പിന്നീട് കുഷ്ഠരോഗം പിടിപെട്ടതിന് ശേഷവും ഭാര്യ അവരെ വേണ്ട വിധത്തിൽ പരിചരണം നടത്തിക്കൊണ്ടിരുന്നു. ഭർത്താവിനെയെടുത്ത് ഭിക്ഷയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചത്. ഒരു ദിവസം മാളികയുടെ മുന്നിൽ ഒഴുകുന്ന ജലത്തിൽ ചവിട്ടാതെ ശീലാവതി കടന്നപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചു. അതൊരു വേശ്യാഗ്രഹമാണെന്ന് ശീലാവതി മറുപടി പറഞ്ഞു. എന്നാൽ ഉഗ്രതപസ്സിന് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. ശീലാവതി രാത്രിയിൽ അയാളെ തോളിൽ വഹിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു. അനുമാന്യങ്ങൾ എന്ന ബ്രാഹ്മണൻ ശൂലത്തിൽ കിടന്ന സ്ഥലത്തു കൂടിയിട്ടാണ് അവർ കടന്നത്. വിവരമറിഞ്ഞ മാന്യവൻ സൂര്യോദയത്തിന് മുൻപ് ഉഗ്രതപസ് മരിക്കട്ടെ എന്ന് ശപിച്ചു. താൻ വിധവയാവാതിരിക്കാൻ മേലിൽ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് ശീലാവതിയും. അങ്ങനെ സൂര്യൻ ഉദിക്കാതെയായി. ദേവന്മാർ അക്രി എന്ന ദേവന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ അനസൂയയെ കൊണ്ട് ശീലാവതിയെ പ്രേരിപ്പിച്ച് ശാപം പിൻവലിച്ചു. ശീലാവതി ചരിതം ഓട്ടംതുള്ളിലൊരു ചെറിയ ഭാഗമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഭർത്താവിനെ കുറിച്ചുള്ള ശീലാവതിയുടെ പരിഭവങ്ങളാണ് പാഠസന്ദർഭം. സമയാസമയങ്ങൾ മരുന്നുകൾ കൊടുത്തിട്ടും ഒരു വിശേഷവും കാണുന്നില്ല. ചോറൊരു വെറ്റും അദ്ദേഹത്തിന് ഇറങ്ങുന്നില്ല. ഔഷധജാലത്തിന് രോഗം മാറ്റാൻ സാധിക്കുന്നില്ല. ഭർത്താവിൻ്റെ അസുഖങ്ങൾ നാൾക്ക് നാൾ കൂടി വരുന്നു. ഭിക്ഷയാചിച്ച് നെല്ല് കൊണ്ടുവന്ന് കുത്തി
ചോറാക്കി കറികൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീരെ രുചിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കളിയാക്കുന്നു. ഇത് കൊല്ലുന്നതിനേക്കാൾ അസഹനീയമായ കുത്തുവാക്കുകളാണ്. എടുത്താലും എടുക്കാഞ്ഞാലും കൊടുത്താലും കുളിച്ചാലും കുറ്റം. കുറ്റങ്ങളും കുറവുകളെല്ലാം തന്നെ പറഞ്ഞ് തനിക്ക് വേറൊന്നും ഇല്ല എന്ന ചിന്ത ശീലാവതിക്ക് തോന്നി. തൻ്റെ ജാതകദോഷം കൊണ്ട് മാത്രമാണ് മുനിശ്രേഷ്ഠനായ ഭർത്താവിനിൽ നിന്ന് ഇപ്രകാരത്തിൽ കേൾക്കേണ്ടി വരുന്നതെന്ന് അവർ വിശ്വസിച്ചു. അല്ലയോ ചുതി ഇല്ലാതാക്കുന്ന കൃഷ്ണ, എൻ്റെ വേദനകളെ ഇല്ലാതാക്കണമെന്നതവർ പ്രാർത്ഥിച്ചു. കുറവില്ലാത്ത ഈ മുനിവര്യൻ എന്തിനാണ് തന്നെ കുറവ് പറഞ്ഞ് കളിയാക്കുന്നതെന്ന് ഒട്ടും ശീലാവതിക്ക് മനസ്സിലായില്ല. ഈ കാവ്യഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിലനിൽക്കുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയാണ്. വിവാഹാനന്തരം സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അസ്വാതന്ത്ര്യങ്ങൾ, അടിമത്തങ്ങൾ എന്ന ഒറ്റ വാക്കിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് ഈ കാവ്യത്തിലൂടെ. ഇതുവഴി അതെയൊക്കെ ഇല്ലാതാക്കാനുള്ളൊരു താല്പര്യവും കവി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ രീതികൾ തെറ്റാണെന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം 18-ാം നൂറ്റാണ്ടിൽ പരിശ്രമിച്ചുവെന്ന് മറന്നു പോകരുത്. ഈ കവിതയുടെ മഹത്വവും അത് കാലാതീതമായി നിലനിൽക്കുന്നതും ആ തത്വചിന്തയാണെന്ന് മറന്നു പോകരുത്. ഈ പാഠത്തിൻ്റെ സമ്മറിയും സാമൂഹിക പ്രസക്തിയും മനസ്സിലാക്കി പഠിക്കുകയാണ് കൊള്ളിവാക്കല്ലാതൊന്നും എന്ന പാഠം നമ്മോട് പറയുന്നത്. നന്ദി.